ഇവിടെയാണ് നമ്മുടെ സിത്താര ചേച്ചിയുടെ ചായപ്പാട്ടും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. ഇതിൻ്റെ വഴിയായിട്ട് ഞാൻ മീര മാമിനെ പരിചയപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ അജിത്ത് എന്ന് പറയുന്ന തമിഴ് നടൻ, അവരുടെ മാനേജേഴ്സൊക്കെ വന്നിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തു മഡ് ഹൗസുകൾ ചെയ്യാൻ വേണ്ടി. കൊണ്ടുവന്ന പ്രശ്നങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അവർക്കത് സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൺസൾട്ടൻസി ഇവിടെ ഇരുന്ന് ഫോണിൽ കൂടി നമ്മൾ മൺവീട് നിർമ്മിച്ചു കൊടുക്കും. നമ്മുടെ ബോച്ചെ ഇവിടെ വരികയും എന്നെ 1000 ഏക്കറിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ഒരു വലിയ മൺവീട് ഒരു പാറയുടെ മുകളിൽ ചേമ്പ്ര പീക്ക് വ്യൂ ആയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ഏകദേശം ഒരു 28ഓളം ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്താണെന്നുള്ളത് ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ജെനറ്റിക്കലി നമ്മൾ വരേണ്ടതാണ്. ഇത് നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് പഠിക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ പല ആളുകളുണ്ടല്ലോ, ബീഹാറിലൊക്കെ 3ാം ക്ലാസ് പഠിച്ച ആളുകൾ ഏകദേശം 7 അടിയും, എന്നാൽ മുകളിലത്തെ സ്ഥലം ഏകദേശം 12 അടിയോളം. ഇതിന് എസ്കേപ്പ് ആകാനായിട്ട് ഈ ഒരു ഏരിയയിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തു. ഇവിടെ ഈ നിലം നോക്കുവാണെങ്കിൽ ഇതിൽ നമുക്ക് കൈപ്പാടുകൾ കാണാം. അടുത്ത കല്ല് അല്ലെങ്കിൽ ലാസ്റ്റ് കല്ല് വരുന്ന നേരത്ത് പറയുന്നത് ഒരു ബോണ്ടാണ് പ്രകൃതിയായിട്ടുള്ളത്. ക്രിയേറ്റീവ് ആറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന വഴിയിലാണ്. ആ വഴിയിൽ നമ്മൾ മറയൂർ എത്തിയപ്പോൾ രാത്രി ലേറ്റായി കഴിഞ്ഞപ്പോൾ നമുക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തല്ലേ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് വണ്ടിയിലായിരുന്നു അങ്ങനെ പോകുന്ന സമയത്തൊക്കെ കിടക്കാറ്. പക്ഷേ ഇന്നലെ നമ്മുടെ ദീർഘകാലമായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടാണ് വിളിച്ചപ്പോൾ, ജോഹൻ ഇതിനു മുമ്പും കുറേ കാലമായിട്ട് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മൺകുടിലാണ് ജീവിക്കുന്നത്, അപ്പോൾ മൺകുടിലിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് പോരുമെന്ന് പറഞ്ഞു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതല്ല. എപ്പോഴും നമുക്ക് പലപ്പോഴും ഇതുപോലെ നമ്മൾ ആൻഡമാനിൽ പോയപ്പോൾ നമ്മുടെ ഒരു നെയ്ബർ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടുപേരും ഏകദേശം കട്ടയ്ക്ക് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് അതാണ്. ഇത് ഇവിടെ ആകെ ഒരു പ്രത്യേകതയുള്ളൂ, കടലില്ല എന്ന് മാത്രം. ഒരുപാട് രീതിയിലുള്ള മനുഷ്യരുണ്ട് ഈ ലോകത്ത് മുഴുവൻ. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഭൂമിയെ ചൂഷണം ചെയ്ത് ജീവിക്കണം എന്നുള്ളവരുണ്ട്, അതുപോലെ തന്നെ പ്രകൃതിയിൽ തന്നെ അലിഞ്ഞ് ജീവിക്കണം എന്നുള്ളവരുണ്ട്. ഞാനൊക്കെ ആ കാഴ്ചപ്പാടിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദൂരം വന്ന് ഇത്രയും കാര്യങ്ങൾ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം തോന്നിയത്. മറ്റൊന്നുമല്ല, നമ്മൾ ഈ പ്രകൃതിയെയും പ്രകൃതി സ്നേഹമൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് കപടമായ പ്രകൃതി സ്നേഹം അല്ല കേട്ടോ. ശരിക്കും നമ്മൾ ആരെയും പ്രകൃതിയിലേക്ക് കൊണ്ടുവരുന്നൊന്നുമില്ല. നമുക്ക് കാണുന്ന കാഴ്ചകൾ പ്രകൃതിയായിട്ട് സ്നേഹിച്ച് ജീവിക്കുന്ന ആളുകളെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഇതേപോലെ പരിചയപ്പെടുത്തും. എന്തായാലും മനോഹരമായൊരു കാഴ്ച. നമ്മൾ ഇന്നലെ കിടന്ന മൺകുടിൽ നമുക്കൊന്ന് കാണണ്ടേ. അപ്പോൾ അതിപുരാതനമായ ആളുകൾ ജീവിച്ചിരുന്ന കാലത്ത് അവരുടെയൊക്കെ വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഇതുപോലുള്ള ഭംഗിയാണ്. ഇത്ര നീറ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഓക്കെ, എൻ്റെ പേര് ജോഹിൻ. ഞാനൊരു ബേസിക്കലി ഒരു നേച്ചുറലിസ്റ്റാണ്. അതുകൂടാതെ മൂന്നാറിൽ ഈ ടാറ്റ ടീ പ്ലാന്റേഷൻസ് അതുപോലുള്ള ഒരു ബിസി ലൈഫൊക്കെ റിസൈൻ ചെയ്ത് ഞാൻ ആ സമയത്ത് തന്നെ ഒരു 2012-13 കാലഘട്ടത്ത് ഞാൻ ആരംഭിച്ച ഒരു മൺവീടാണ്. ഈ മൺവീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പണ്ട് കാലത്തുണ്ടായിരുന്ന 4 മുറി എന്ന് പറയുന്ന ഒരു ലോസ്റ്റഡ് കൺസെപ്റ്റാണ്. നമ്മൾ ചെല്ലുമ്പോൾ അവസാനമുണ്ടായിരുന്ന വീട് കോൺക്രീറ്റ് വീട്ടിലേക്ക് കൺവേർട്ട് ആക്കപ്പെട്ടു. ആ സമയത്താണ് ഇങ്ങനൊരു മൺവീട് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഈ 4 മുറി വീട് ഈ ഗ്രാമക്കാരുടെ ചരിത്രത്തിലത്തെ വീട് അവരുടെ തലമുറ കാണണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരുപാട് മൺവീടുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതെല്ലാം ഉണ്ടായത് ഈ മൺവീട്ടിൽ നിന്നാണ്. പക്ഷേ ഈ മൺവീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉണ്ടാകുന്ന ഒരു ടെമ്പറേച്ചർ വേരിയേഷനാണ്. നീളം, വീതി ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഓക്കെ, എല്ലാവരും വന്ന് ചോദിക്കാറുണ്ട് ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ആണോ? മൺവീടിന് കോൺക്രീറ്റിൻ്റെ ആവശ്യമില്ല. അതായത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഓരോ പില്ലറും വാർപ്പും വെഫ്റ്റായിട്ടുള്ളതെല്ലാം മുള തന്നെയാണ്, കല്ലൻ മുളയാണ്. അത് നമ്മൾ നാച്ചുറലി ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ടെമ്പററി പോൺസ് ഉണ്ടാക്കി കൂവയും കല്ലുപ്പൊക്കെ മുക്കി നല്ല രീതിയിൽ വെള്ളം മിക്സ് ചെയ്ത് അതിൽ മുള ഡിപ്പ് ചെയ്തിടുവാണ്. അപ്പോൾ ഈ മുളയുടെ പുളിപ്പ് നമുക്ക് ഏകദേശം, അതായത് അതിൻ്റെ മുകളിൽ ഈ മുളയുടെ ശരിക്കും ഇത് പുളിപ്പുള്ളത് കൊണ്ടാണ് ഈ ചെതലുകൾ കയറി ഇത് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ പുളിപ്പിനെ വെളിയിലെടുക്കണം, ഇതിൻ്റെ ഉള്ളിൽ കയ്പിനെ കയറ്റണം. അപ്പോൾ നമ്മൾ ഇടുന്തോറും പാലിൻ്റെ ആട വരുന്ന പോലെ നീല കളറിൽ ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു കളറിൽ നമുക്ക് ഈ ആട വരും. അത് എത്രത്തോളം വരുന്നോ അത്രത്തോളം നാൾ ഇടണമെന്നാണ്. അത് എന്ന് നിൽക്കുന്നോ അന്ന് എടുത്ത് നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ചെയ്യാം. അപ്പോൾ ഇതിന് ഒരു എൻട്രൻസ് ഉണ്ട്. ഇതൊരു സിറ്റ് ഔട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 മുറി വീടാണിത്. അപ്പോൾ ഇതിന് ഇരിപ്പിടം, പിന്നെ സത്രം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, പിന്നെ സാധനം വയ്ക്കാനുള്ള സ്ഥലം, പിന്നെ നമ്മൾ നമ്മുടെ രീതിക്ക് ഒരു യോഗ ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ട് ഒരു സൈഡ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതും വെളിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ഏരിയ ആയിട്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പുരാതന കാലത്ത് നമ്മളതിൻ്റെ ഒരു യോഗ ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഒരു 5 ഇഞ്ചാണ്. അതായത് മുള ഒരു 3 ഇഞ്ച്, അതിൻ്റെ 2 സൈഡിലും മുള തന്നെ കീറി നമ്മൾ സ്ട്രിപ്സായിട്ട് ഓരോ 1/2 അടി കൂടുമ്പോൾ ഇരുവശത്തുമായിട്ട് അടിച്ചിട്ടുണ്ട്.
അതിനുശേഷം 6 ലെയർ മണ്ണ് ഇതിലുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കറുത്ത മണ്ണാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന മണ്ണെന്ന് പറയുന്നത് പിത്തുമണ്ണാണ്. ഏകദേശം ഭൂമിയുടെ അടിയിൽ നിന്ന് 7-8 അടിയിൽ പോയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മണ്ണാണ്. ഇതിൽ കല്ലുണ്ടാവില്ല. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈ മാർക്ക് കാണാം. അത് ഇവിടെ വർക്ക് ചെയ്യുന്ന മറയൂർ ഗ്രാമക്കാരായിട്ടുള്ള ചേച്ചിമാരുടെ കൈയാണ്. ആ ഓരോ വിരലുകളുടെയും പാടാണ്. ഒരിക്കലും ഇതിനെ ഒരു പോളിഷ്ഡ് ആക്കാൻ പാടില്ല. കാര്യം ഈ കാപ്പിലറി ആക്ഷനും ഈ ഫിൽട്രേഷനും തണുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റഫ് ടെക്സ്ചറാണ് നല്ലത്. ഇവിടെ ഈ നിലം നോക്കുവാണെങ്കിൽ ഇതിൽ നമുക്ക് കൈപ്പാടുകൾ കാണാം. നമ്മൾ ഒരു 10 ദിവസം 15 ദിവസം കൂടുമ്പോൾ ചാണകവും തൈലപ്പുല്ലും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്നാമത് നമുക്ക് ചാണം മെഴുകുന്നതെന്ന് വെച്ചാൽ ഇത് ബാക്ടീരിയനെ കൊല്ലുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കാനായിട്ട് ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊരു പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റ് കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് പോളിഷ് ചെയ്യുന്നത്. അതായത് 7 ടൈപ്പ് കല്ലുകളുണ്ട്. ആ കല്ലുകൾ നമ്മൾ ഓരോന്നും ഓരോ ടെക്സ്ചറാണ്. ഫസ്റ്റ് റഫ് ടെക്സ്ചർ, അങ്ങനെ സ്മൂത്തായിട്ട് 7ാമത്തെ കല്ല് അല്ലെങ്കിൽ ലാസ്റ്റ് കല്ല് വരുന്ന നേരത്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഈ പടവരപ്പ് മിനുസുരപ്പ് അങ്ങനെയൊക്കെ പറയുന്ന പല കല്ലുകളുണ്ട്. ഫൈനൽ കല്ല് ഭയങ്കര പോളിഷ്ഡ് ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ കർവ് ചെയ്യുന്നത് നമ്മുടെ സെൻറ്റ് തോമസ് ബീൻസ് എന്ന് പറയുന്ന മക്കങ്കായ അത് വെച്ചിട്ടാണ് ഇതിൻ്റെ കർവ് ചെയ്യുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഉരുണ്ടാണ് ഇരിക്കുന്നത്. ഇതൊരൊറ്റ മോൾഡ് പോലെ നമ്മൾ ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ വാള് തീർക്കുന്നു. അതിനുശേഷം പിന്നെ എന്തുകൊണ്ടാണ് ഈ ഭാഗം പോളിഷ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കുന്നതാണ് നമ്മുടെ മേത്ത് ഡസ്റ്റ് ആകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിനെ പോളിഷ് ചെയ്തിരിക്കുന്നത്. കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവിടെ ഇപ്പോൾ ഏകദേശം ഒരു 28ഓളം ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്താണെന്നുള്ളത് ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ റൂം എന്ന് പറയുന്നത് ഒരു ഏകദേശം 250-300 സ്ക്വയർ ഫീറ്റ് വലുപ്പം വരുന്നുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് സൈഡിലത്തെ ചുവര് ഏകദേശം 7 അടിയും എന്നാൽ മുകളിലത്തെ സ്ഥലം ഏകദേശം 12 അടിയോളം വലുപ്പമുണ്ട്. അതുപോലെ ഈ വൈഡായിട്ടുള്ള ഈ സിറ്റ് ഔട്ടിൽ നിന്ന് ചെറിയ 2 ഹോളിൽ കൂടിയാണ് കതകടച്ചതിന് ശേഷം കാറ്റ് വരുന്നത്. ഇതിന് എസ്കേപ്പ് ആകാനായിട്ട് ഈ ഒരു ഏരിയയിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എക്സ്റ്റിങ്വിഷറിലൊക്കെ കാണുന്ന പോലെ വെഞ്ചുറി എഫക്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു അപ്പോൾ ഈ ഉള്ളിലുള്ള സ്മെല്ലുകളും മറ്റു കാര്യങ്ങളും ടെമ്പറേച്ചറൊക്കെ ഇത് ബാലൻസ് ചെയ്തോളും. കട്ടിൽ നമുക്ക് മണ്ണിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ഫാമിലി ബേസ്ഡ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നാൾ റെസ്റ്റ് എടുക്കാനും വർക്കേഷനായിട്ട് വരുന്ന ആളുകളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇതൊരു മൺകട്ടിലാണ്. പിന്നെ ഫാമിലികൾ വരുന്നതുകൊണ്ട് നമ്മളൊരു എക്സ്ട്രാ ബെഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കർട്ടൻ ഉപയോഗിച്ചിരിക്കുന്ന ഗാഡ ക്ലോത്താണ്. ഇത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ ദ്രവിച്ചു പോകുന്നതാണ്. ഡബിൾ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മരങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ലഗേജ് ഏരിയ. അതിൽ നമ്മൾ ഡ്രസ് ഹാങ്ങിങ്സും പിന്നെ കുട്ടികൾ വരുമ്പോൾ അവർക്കുള്ള തൊട്ടിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു യോഗ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേച്ചുറലിസ്റ്റാണ്, പക്ഷികളെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം നമ്മളിവിടെ പക്ഷികൾക്ക് കുളിക്കാനായിട്ട് ഒരു ബേർഡ് ബാത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈഡ് കൊടുത്തത് കൊണ്ട് നമുക്ക് അവിടെ പക്ഷികൾക്ക് കുളിക്കാനുള്ളൊരിത്, നമുക്ക് ഫോട്ടോഗ്രാഫി വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാനൊരിതുണ്ട്. പിന്നെ അതിനുശേഷം ബാത്റൂം നമ്മൾ ഒരു നോർമൽ കൺസെപ്റ്റ് അല്ല. ഇവിടെ ഉണ്ടായിരുന്ന കല്ലിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ബാത്റൂം ഫ്ലോർ മാത്രം സിമെൻ്റ് ആട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നനയാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഫ്ലോറ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാറയുടെ സൈഡിൽ കൂടി നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ടൈൽസും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. കാല് സ്ലിപ്പറി ആകത്തില്ല, പ്രായമുള്ളവർക്ക് കംഫർട്ടാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ വാളും മഡ് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു പുട്ടി കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നനഞ്ഞ് മണ്ണൊക്കെ വരുമ്പോൾ മറ്റുള്ളവർക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂമിൻ്റെ റൂഫാണെങ്കിലും ഇവിടുത്തെ റൂഫാണെങ്കിലെല്ലാം 1.5 അടിക്ക് ഓലയ്ക്ക് മുകളിൽ പുല്ലുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മറയൂർ ഈയിടെയായിട്ട് മൺവീടുകൾ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവുന്നുണ്ട്. ഇതിനെല്ലാം റൂട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ ഭയങ്കര കൊമേഴ്ഷ്യലായിട്ട് നമ്മളിതിനെ മാർക്കറ്റ് ചെയ്യാറില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിയെ നിലനിർത്താനും ഈ അടുത്തുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള ഒരു ടൂറിസമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സോ അതുപോലെയുള്ള ഒരു ലേറ്റ് ആയിട്ടുള്ള ഒച്ചപ്പാടോ കാര്യങ്ങളോ നമ്മൾ അലോ ചെയ്യത്തില്ല. പിന്നെ ഫാമിലിയാണ് ഇവിടെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അൺസേഫ്റ്റി ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ റിവ്യൂസ് തന്നെ നോക്കിയാൽ മതി. പിന്നെ ഇവിടെ ചുറ്റും കാണുന്ന പല പേരിലുള്ള മൺവീടുകളെല്ലാം ഇതിൽ നിന്നുണ്ടായതാണ്. ഒരു ആളുകൾ ഗസ്റ്റായിട്ട് വന്നതിന് ശേഷം ചെയ്ത ആളുകളാണ് പുറകിലുള്ളത്. ഫ്രണ്ടിലുള്ളത് 2017 കുറിഞ്ഞി കാണാൻ വന്നവരാണ്. സൈഡിൽ നമ്മൾ തന്നെ ഒരു ഡെവലപ്പ് ചെയ്ത പ്രോപ്പർട്ടിയാണ്. പിന്നെ ഇവർക്കൊക്കെ സെപ്പറേറ്റുള്ള ആശയങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ കൺസെപ്റ്റിന് അല്ലാത്ത രീതിയിൽ വരുന്നവരാണെങ്കിൽ എൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം പലർക്കും പല ആശയങ്ങളാണ്. അപ്പോൾ അവരുടെ രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് റൺ ചെയ്യുകയാണ്. എൻ്റെ കൺസെപ്റ്റിൽ തന്നെയാണ് ഞാൻ ഈ 13 വർഷമായിട്ടും പക്ഷികളെയും മൃഗങ്ങളെയും മരങ്ങളെയും
ഈ ലോക്കൽ കൾച്ചറൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടൂറിസം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇത്രയും വർഷമായ ഒരു മൺവീട് ഇത്രയും രീതിയിൽ ഒരു കോർണറിൽ പോലും നിങ്ങൾക്കൊരു ഡസ്റ്റ് ഉണ്ടാവില്ല. ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ബാച്ചിലേഴ്സ് മോശമാണെന്നല്ല. പക്ഷേ ഫാമിലികളാകുമ്പോൾ കുറച്ചും കൂടി ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു സൈലൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. കാര്യം നമുക്കറിയാം നോർമലി ഇവിടെയുള്ള ടൂറിസ്റ്റുകളും മറ്റ് മേഖല എന്ന് പറഞ്ഞാൽ അളവിൽ കൂടുതൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാക്കുക, അതുപോലെ ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ചെയ്യുക. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് പീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഓരോ ബോട്ടിൽസ് ആണെങ്കിലും ഇതെല്ലാണെങ്കിലും സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ ഗ്ലാസ് ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. ഈ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ നമ്മൾ ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ അവരുടെ അടുത്ത് പറയും നമുക്ക് ഇവിടെ ഫിൽട്രേഷൻ യൂണിറ്റ് ഉണ്ട്, ശുദ്ധമായ വെള്ളമാണ് വരുന്നത്, മലയിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, ചൂടാക്കി തിളപ്പിച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് ഈ മണ്ണും കൂജയിലെല്ലാം ഇരിക്കുന്നതെല്ലാം ഫിൽറ്റേഡ് വാട്ടറും വിശ്വസിച്ച് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്. കാര്യം വെള്ളത്തിന് ഈ ഇടയ്ക്ക് വലിയൊരു പ്രശ്നങ്ങളുണ്ടല്ലോ. ഭക്ഷണം ഈ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എത്നിക് കിച്ചണുണ്ട്. ഇവിടെയാണ് നമ്മുടെ സിത്താര ചേച്ചിയുടെ ചായപ്പാട്ടും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഫാമിലി ബേസ്ഡ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ വൈഫും എൻ്റെ വീട്ടിലെ മെമ്പേഴ്സും പിന്നെ നമുക്കിവിടെ 2 ചേച്ചിമാരുണ്ട്, മൊയ്തീനൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാം കൂടി അതൊരു ഫാമിലി ബേസ്ഡ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയാണ് ഇവിടെ ഭക്ഷണം വയ്ക്കുന്നത്. അപ്പോൾ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകളാണ് കൊടുക്കുന്നത്. ഫോറിനേഴ്സ് വരുമ്പോൾ നമ്മൾ എരിവ് കുറച്ച് കുറയ്ക്കും, അവരുടെ രീതിക്ക് നമുക്ക് നല്ല റിവ്യൂ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു 4 ഫാമിലിക്ക് ഇരിക്കാനുള്ളൊരു ഫെസിലിറ്റി. ഇതും ഒരു പ്യുവർ എത്നിക് കൺസെപ്റ്റിൽ ചെയ്ത കിച്ചണാണ്. നമ്മൾ മരത്തിൻ്റെ പോളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, പനമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, പുല്ല് ഉപയോഗിച്ചിട്ടുണ്ട്, മേളിൽ ഓലയാണ്, അതിൻ്റെ മുകളിൽ മറുപടി പുല്ലാണ്. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നിനൊന്ന് എല്ലാം ഒരേപോലെ ഉണ്ടാവില്ല, പലതും പല രീതിയിലായിരിക്കും. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൺസെപ്റ്റുകളിലും നമുക്ക് മൺവീട് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ നിങ്ങൾ പനമ്പ കാണണമെങ്കിൽ ഇവിടെ കാണുന്ന പുല്ലാണ്. ഈ പുല്ല് തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുല്ലിനെ നമ്മൾ മേളിലോട്ട് കൈ ഓടിക്കുവാണെങ്കിൽ അത് സ്മൂത്തായിട്ട് പോവുകയും പക്ഷേ നേരെ തിരിച്ചാണെങ്കിൽ കൈ ഇവിടെ ലോക്കാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇൻസെക്റ്റുകൾ കയറില്ല. ഈ ഒരു മൺവീട് കണ്ടിട്ടാണ് നമ്മുടെ ബോച്ചെ ഇവിടെ വരികയും എന്നെ 1000 ഏക്കറിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ഞാൻ ഒരു 2554 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ മൺവീട് ഒരു പാറയുടെ മുകളിൽ ചേമ്പ്ര പീക്ക് വ്യൂ ആയിട്ടുള്ളൊരു നിർമ്മിച്ചു കൊടുത്തത്. അപ്പോൾ ഇതുപോലുള്ള ആളുകളൊക്കെ മൺവീട്ടിലേക്ക് വരുമ്പോൾ ഈ കോൺക്രീറ്റ് ജംഗിൾ മാറ്റി കാലാവസ്ഥയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു അവസരം എനിക്ക് വളരെയധികം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പല ആളുകൾക്കും മൺവീട് നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. അത് ലോ കോസ്റ്റിലും ചെയ്യുന്നുണ്ട് ആളുകളുടെ. അതായത് ഒരു മൺവീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലും പണിയാമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ നാളെ ഒരു ഗ്ലാസ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ എല്ലാ വർക്കുകളിലുള്ള ഒരു പ്രത്യേകതയാണ് ഞാൻ ഈ ഗ്ലാസ് പെയിൻറ്റിങ് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന എൻ്റെ ഫോട്ടോസ് തന്നെയാണ് ഇത് ഞാൻ വരച്ചതല്ല കേട്ടോ. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ഇൻ ഫൈനാൻസ് കഴിഞ്ഞ നമ്മുടെ അഖിലാണ് ടീം. അഖിലാണ് എൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് സലീം അലി ബേർഡ് സാങ്ച്വറിയിൽ എടുത്തൊരു കിങ് ഫിഷറാണ്. ഇതൊരു സ്മൂത്ത് ക്വാർട്ടർ ഓട്ടർ. പിന്നെ എൻ്റെ ഒരു ബ്രാൻഡായിട്ടുള്ള ഈ നീൽഗിരി മാർട്ടിൻ എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും റെയറായിട്ടുള്ള ഒരു മൃഗമാണ്. എനിക്ക് ഏകദേശം 19ഓളം സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ റൈറ്റപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ടോപ്പിൽ വരച്ച് വെച്ചിട്ടുണ്ട്. കാര്യം ഇതിനെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത്രയും ഭാഗ്യം വേണം. അപ്പോൾ ഇത്രയും പ്രാവശ്യം കാണുക എന്ന് പറഞ്ഞാൽ അതിലേറെ ഭാഗ്യം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ടോപ്പിൽ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക തടിയും നമ്മുടെ ആറ്റിലെ കല്ലൊക്കെ ഇട്ട ഒരു കൂജ വെച്ചിട്ടുണ്ട്. എപ്പോഴും അതിൽ വെള്ളം ഉണ്ടാവും. പിന്നെ ഇതൊക്കെ 10-40 വർഷം പഴക്കമുള്ള ഈട്ടിത്തടികളാണ്. അത് ഫാദറായിട്ട് എനിക്ക് തന്നാണ്. വലുത് പറഞ്ഞ് വീട്ടിലല്ല, ഇത് ഇങ്ങനത്തെ സ്ഥലത്താണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ ആൾ എനിക്കതൊരു ഗിഫ്റ്റ് പോലെ തന്നാണ്. ബിസി എന്നൊരു കൺസെപ്റ്റ് എനിക്കില്ല. കാര്യം ഞാൻ എൻ്റെ ഒരു ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ റിലയൻസിൽ വർക്ക് ചെയ്തതാണ്. അതിനുശേഷം ടാറ്റയിൽ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇതെല്ലാം കളഞ്ഞിട്ടാണ് ഞാനൊരു റെസ്റ്റ് എന്നുള്ള രീതിയിൽ, അതായത് ചില ആളുകൾ റിട്ടയർമെൻറ്റിന് ശേഷം റെസ്റ്റ് എടുക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ തൊട്ട് എൻ്റെ പ്രായത്തിൽ ഞാൻ റെസ്റ്റ് എടുക്കുന്നത് സെയിം കൺസെപ്റ്റാണ്. കാരണം ഞാൻ എൻ്റെ ബിസിനസ് മൊത്തം ഒഴിവാക്കിയിട്ടാണ് ഞാൻ ആ ചെടിയുടെ അല്ലെങ്കിൽ എൻ്റെ ചെടികളുടെ എൻ്റെ മക്കളുടെ കൂടെ നടക്കുന്നത്. പലരും പറയാറുണ്ട് ഞാൻ റിട്ടയർമെൻറ്റ് ലൈഫാണ് ഞാനിപ്പോൾ എന്ന് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ പ്രായത്തിൽ റിട്ടയർമെൻറ്റ് ലൈഫ് വന്ന്. പക്ഷേ ആ കൺസെപ്റ്റ് മനസ്സിലാവണം ഈ പറയുന്നവർക്ക് നമുക്കേ മനസ്സിലാവും. അതെ അതെന്താന്ന് പറഞ്ഞാലേ ഈ നമ്മുടെ ഒരു ടൂറിസം ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 ഡേ അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ടൂറിസം. അതുപോലെ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നവർ ഈ പ്രകൃതിയെ ആസ്വദിച്ച് പ്രകൃതിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പുതിയ ജനറേഷനായിട്ടുള്ള ആളുകൾ
കുട്ടികളിലേക്ക് ഇത് പകരുക, ഇങ്ങനെയും ഒരു വീടുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ഇതാണ് നല്ലത് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ മഡ് ഹൗസ് ഒരു സെമി കൺസെപ്റ്റ് കേട്ടോ. കാര്യം നമ്മൾ മഡ് ഹൗസുകൾ ചെയ്യുമ്പോൾ എല്ലാ ഗസ്റ്റുകളും ഇതിൽ ഇഷ്ടപ്പെടുന്നവർ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നിലത്തെ വെള്ളം വീടും, അവർക്കല്ലാതെ ഡസ്റ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു മൺവീടാണിത്. ഇതെല്ലാം ഒരു കസ്റ്റമൈസ്ഡ് ബെഡുകളാണ്, എല്ലാം മണ്ണിൻ്റെ കട്ടിലാണ്. പിന്നെ ഒരു ഫാമിലി, ഒരു സിംഗിൾ ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. പിന്നെ നമ്മുടെ ടോയ്ലറ്റ്സൊക്കെ ഒരു പ്രത്യേകതയായിരിക്കും കേട്ടോ. ചെടികളൊക്കെ വെച്ച് നമ്മൾ മണ്ണിൻ്റെ വാള് ചെയ്ത് ഫ്ലോറ് ബ്ലാക്ക് ഓക്സൈഡാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു വെറ്റും ഡ്രൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം ഫോറിനേഴ്സ് അധികം വരുന്നത് കൊണ്ട് നമുക്ക് ഈ വെറ്റും ഡ്രൈ മസ്റ്റാണ്. ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് എന്തിനാണ് ഫാൻ വെച്ചേക്കുന്ന ഒരു ചോദ്യം ഒബ്വിയസ്ലി ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്ന് വരുന്നവർക്ക് ഫാൻ മസ്റ്റാണ്. അവർക്ക് ആ ശബ്ദമില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാൻ ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് പിന്നീട് അവർ തീരുമാനിക്കും. കാര്യം അതായത് ഡിസംബർ ഒബ്വിയസ്ലി എല്ലായിടത്തും വെളിയിലും തണുപ്പുണ്ടാവും. പക്ഷെ ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വാമാവുക ചെയ്യുന്നത്. ഒരു കംഫർട്ടബിൾ ടെമ്പറേച്ചർ. ഇന്നലെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഔട്ട്സൈഡിൽ ഭയങ്കര കൂളാണെങ്കിൽ ഏകദേശം നമ്മൾ കിടന്നപ്പോൾ 12 മണിക്ക് കൂടുതൽ തണുപ്പും എന്നാൽ ഉള്ളിൽ വാമുമായിരുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ മഡ് ഹൗസോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ചെയ്യാനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിക്കാനോ എന്തെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കോൺടാക്ട് നമ്മൾ സജഷൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും നമ്മളെ അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ പക്ഷേ എക്സ്പെൻസീവ് അല്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ മൺവീട് വയ്ക്കണമെങ്കിൽ, ഇല്ല അവർ പ്രകൃതിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, അവർക്കത് സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൺസൾട്ടൻസി ഇവിടെ ഇരുന്ന് ഫോണിൽ കൂടി നമ്മൾ മൺവീട് നിർമ്മിച്ചു കൊടുക്കും. കാര്യം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം ചെയ്യാമെന്നുള്ളതല്ല, എനിക്കൊരു 1000 മൺവീട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്, ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആളുകളെ. ഇന്നിപ്പോൾ പണ്ട് മൺവീടുകൾ പണിയാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ അന്നത്തെ ഓൾഡ് ജനറേഷന് കൂടെ ഇവിടുത്തെ പുതിയ ജനറേഷനിലെ ആളുകൾക്ക് സാലറി കൂടുതൽ ഓഫർ ചെയ്ത് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഇന്ന് അവരും കോൺട്രാക്റ്റൊക്കെ എടുത്ത് ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ എയിമും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. കാരണം ഇപ്പം തന്നെ നമ്മൾ 2 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നിന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്ന ഒരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ ആയി തോന്നുന്നു. പിന്നെ ഷെനിലായിട്ടുള്ള ഒരു പരിചയം എന്ന് പറഞ്ഞാൽ, കാര്യം ഈ പ്രകൃതിയായിട്ട് നടക്കുന്ന ആളുകളെ ഇന്ന് ഞാൻ ഷെനിലായിട്ട് വഴിയായിട്ട് വേറൊരു വ്യക്തിനെ കൂടി പരിചയപ്പെട്ടു. അപ്പോൾ സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇതൊരു വലിയ കൂട്ടായ്മയായിരിക്കണം. പക്ഷേ എല്ലാവരും പറയും മൃഗങ്ങൾ കൂടുതലാണ്, പ്രശ്നങ്ങളാണ്, കോൺഫ്ലിക്റ്റ് ഒക്കെ പറയും. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ റീസൺ എന്താണെന്ന് അത് വെളിയിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു വീടുകളോ, ഞാൻ പറയുന്ന എല്ലാവരും മൺവീട് ചെയ്യണമെന്നല്ല, എങ്കിൽ തന്നെയും ഇപ്പോൾ ഷെനിലേട്ടൻ ചെയ്യുന്ന പോലെ ചെടികൾ, ആംബിയൻസ്, ടെമ്പറേച്ചർ, ഇതിനൊക്കെ ഒരു വലിയ ഇതുണ്ട്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ നിർത്തുവാണ്. കാര്യം നമുക്കറിയാം എത്രയോ റിസോർട്ട്സ് ഉണ്ട്, എല്ലാവരും വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ വെള്ളം ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെ അത് പോകുന്നു എന്നുള്ളതാണ്. വേനൽക്കാലത്ത് നമ്മൾ അളവിൽ കൂടുതൽ വെള്ളം കാട്ടിൽ നിന്ന് എടുക്കുന്നു, മൃഗങ്ങൾക്കില്ലാതെ വരുന്നു, അവർ നമ്മുടെ സ്ഥലങ്ങളിലേക്ക് വരുന്നു. ഇപ്പോൾ ഇവിടെയും മൃഗങ്ങളുണ്ട്, പക്ഷേ നമ്മൾ ഒരിക്കലും ഹാം ചെയ്യുന്നില്ല. യഥാർത്ഥമായ കാര്യങ്ങൾ അറിഞ്ഞ് അവരിലേക്ക് ചേരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് റിസൾട്ടാണ്. ഞങ്ങൾ ഈ വരുന്ന ഓരോ മൃഗങ്ങളും നമ്മളൊരു പോസിറ്റീവ് അഡ്വഞ്ചറസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൻ്റെ ഇൻകമായിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്, അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ. അപ്പോൾ ഇത് അവയർനെസ് ഉണ്ടാവണം. എന്നെയും ഷെനിലേട്ടനെയും പോലുള്ള പ്രകൃതികളെ, ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്നത് 100% പരിഹരിക്കാൻ പറ്റുമെന്നല്ല, എങ്കിൽ തന്നെയും നമുക്ക് കുറേ കാര്യങ്ങൾ നേച്ചറിന് വേണ്ടി ചെയ്യാൻ പറ്റും. നേച്ചറും തിരിച്ച് അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന കുറേ സംഘടനകളുണ്ട്. ബാംബൂ റിലേറ്റഡ് ആയിട്ട് ആളുകളുണ്ട്, നാച്ചുറൽ ഫെൻസിങ് ചെയ്യുന്ന ആളുകളുണ്ട്, ഹണി ബി ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു സർക്കിളാണ്. പക്ഷേ നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ 0യിൽ നിന്നാണ് തുടങ്ങിയത്. പക്ഷേ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ പല ആളുകളും നമ്മളിവിടെ അന്വേഷിച്ച് വരുന്നുണ്ട്, മൺവീടുകൾ ചെയ്യാൻ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ലീഡിങ് കമ്പനിയുടെ ഒരു കമ്പനി അഡ്വൈസർ എന്നെ വിളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുവാണ്, പല ആളുകളും ഇപ്പോൾ നമ്മുടെ അജിത്ത് എന്ന് പറയുന്ന തമിഴ് നടൻ, അവരുടെ മാനേജേഴ്സൊക്കെ വന്നിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തു മഡ് ഹൗസുകൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും പ്രകൃതിയിലേക്ക് തിരിച്ചു വരണം. ഇന്നിപ്പോൾ ഷെനിലേട്ടൻ വഴിയായിട്ട് ഞാൻ മീര മാമിനെ പരിചയപ്പെട്ടു. അപ്പോൾ മീര മാം പറയുന്ന പല കാര്യങ്ങളും എനിക്കറിയാം. ഞാൻ റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആളുകളെ മാഡത്തിനും അറിയാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ബോണ്ടാണ് പ്രകൃതിയായിട്ടുള്ളത്. അത് ജെനറ്റിക്കലി നമ്മൾ വരേണ്ടതാണ്. ഇത് നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് പഠിക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ പല ആളുകളുണ്ടല്ലോ, ബീഹാറിലൊക്കെ 3ാം ക്ലാസ് പഠിച്ച ആളുകൾ വനങ്ങൾ നിർമ്മിച്ച ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രകൃതിയെ സംരക്ഷിക്കുക, അവർ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ചെയ്യും. ജോഹിൻ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു.
ഇതിൻ്റെ പേരൊന്ന് പറയൂ. സ്ഥാപനത്തിൻ്റെ പേര് മഡ് ഹൗസ് നേച്ചർട്രോൺസ് എന്നാണ്. സത്യത്തിൽ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചിട്ടും അദ്ദേഹം പേര് പോലും അപ്പം എത്രത്തോളം അദ്ദേഹം അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അല്ല, കാര്യം. നമുക്ക് കൊമേഴ്ഷ്യലൈസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. നമ്മൾ അതിനൊന്നും ചെയ്യുന്നില്ലോ. മണി ഓറിയൻറ്റേഷൻ മാത്രമല്ല, പ്രകൃതിക്ക് സംഭാവന കൊടുക്കണമെന്നുള്ളത് കൂടിയാണ്. നേച്ചർ ടോൺസ് പേര് കയറാൻ കാരണം രാവിലെ തൊട്ടുകൂടെ ഒരുപാട് പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾക്കും. അതുകൊണ്ടാണ് നേച്ചർ ടോൺസ്. പിന്നെ മഡ് ഹൗസ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നു. അത് എത്രത്തോളം പറഞ്ഞാലും തീരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. അതുപോലെ ഈ ഒരു ഏജിൽ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുന്ന എന്നെപ്പോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനാണ്. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തൊന്നും പറയാറില്ല. ഞാൻ പറയാറുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ, നല്ലതാണ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുമെന്ന് മാത്രമാണ്. അപ്പോൾ നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.